എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് മുഴുവൻ ആഘോഷത്തിൻ്റെ മൂഡിലാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഈ എല്ലാ കലോത്സവവും ഇവിടെ നടക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അപ്പം 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് ഈ കലോത്സവം. അതിൽ തുടങ്ങി കുറേ ദിവസമായി. ഇപ്പോൾ 8-ാം തീയതി വരെ ഉള്ളൂ കലോത്സവം. നാളെ 7 അല്ലേ? 7-ാം തീയതിയാണ് നാളെ. അപ്പം 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക. നല്ല രസമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് പോയിരുന്നു. അപ്പം ഞാൻ ഈ കലോത്സവം എന്ന് പറഞ്ഞാൽ 63ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് അരങ്ങേറുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ 1957 ഈ സ്കൂൾ യുവജനോത്സവം, സംസ്ഥാന സ്കൂൾ യുവജനോത്സവം, ഇങ്ങനെ ഒരു യുവജനോത്സവം ആരംഭിക്കുന്നത് തന്നെ കുട്ടികളിൽ കലയും സംസ്കാരവും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, ഐക്യവും ഒക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുവജനോത്സവം തുടങ്ങിയത്. അതിൻ്റെ തുടർച്ച എന്നോണം എല്ലാ വർഷവും പിന്നീട് ഈ യുവജനോത്സവം വരികയായിരുന്നു. ഓരോ സ്റ്റേജിലും ഓരോ വർഷവും ഓരോ ഡിസ്ട്രിക്റ്റിലാണ് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്രാവശ്യം നമ്മുടെ തിരുവനന്തപുരത്താണ്. അപ്പം 24 സ്റ്റേജാണ് അതിന് വേണ്ടിയിട്ട്. ഇതിനകത്തുണ്ട് ഇതാണ് അതിൻ്റെ ഒരു കാറ്റലോഗ്. അപ്പം 63ാമത് കേരള സ്കൂൾ കലോത്സവമാണ് 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ. ഇത് 24 സ്റ്റേജസ് ആണ് ഉള്ളത്. 24 വിഭാഗങ്ങളിൽ എത്ര പേരാണ് മത്സരിക്കുന്നതെന്നറിയോ? 12,000-ത്തിലധികം കുട്ടികൾ 1200 ഇനങ്ങളിലാണ് മത്സരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓരോ സ്റ്റേജും ഇങ്ങനെ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര മേളമാണ്. അപ്പം നിങ്ങളൊക്കെ വന്ന് കാണുക. അതിൽ ഞാൻ ഇന്നലെ പോയപ്പം ഒരു രണ്ട് സ്റ്റേജിൽ ഞാൻ പോയി കണ്ടു. ഒന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള മോഹിനിയാട്ടത്തിന് അവിടെ പോയി മോഹിനിയാട്ടം കുറച്ച് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കഥകളി, കോട്ടൺ ഹിൽ സ്കൂളിലെ ഒരു കഥകളി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കണ്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരിടത്തും വണ്ടി പാർക്കിംഗ് ഇല്ല. ഒത്തിരി ദൂരെയാണ് വണ്ടി പാർക്കിംഗ്. അത് കഴിഞ്ഞിട്ട് ഈ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കുറേ ദൂരം പാർക്കിംഗ്, അവിടെ ഒത്തിരി ദൂരം പോയി പാർക്ക് ചെയ്തിട്ട് പിന്നെ ഒത്തിരി ദൂരം നടന്നിട്ടാണ് ഈ സ്റ്റേജിലൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ എല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് മുഴുവൻ തിരുവനന്തപുരം മുഴുവൻ ഭയങ്കര മൊത്തം ലൈറ്റിൽ കുളിച്ചാണ് നിൽക്കുന്നത്. രാത്രിയും പകലും ഇല്ല. അങ്ങനെ തന്നെ കുറേ പേരുണ്ട്. ടാഗോർ തിയേറ്ററിൽ പോയിട്ട് പക്ഷെ കാണാനേ പറ്റിയില്ല കേട്ടോ. നാടകമായിരുന്നു അവിടെ. ഒട്ടും പക്ഷെ കാണാൻ പറ്റില്ല, അത്ര റഷായി പോയി. എന്താണെങ്കിലും നിങ്ങൾക്ക് ഒന്ന് വന്ന് കാണും കേട്ടോ. നല്ലൊരു മേളമാണ്. ഞാനിങ്ങനെ ഈ യൂത്ത് ഫെസ്റ്റിവലിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പം എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്ന ഒരു ഓർമ്മ അതുകൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. പണ്ട് ശ്രീകണ്ഠപുരം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ കൊച്ചിലെ മുതൽ, ഞാനും എൻ്റെ സിസ്റ്ററും കുട്ടിക്കാലം മുതലേ ഇതുപോലെ വയലിൻ പഠിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ മാഷിനെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ശാന്തകുമാർ മാഷ് എന്നാണ് വയലിൻ പഠിപ്പിക്കുന്ന മാഷിൻ്റെ പേര്. അപ്പം ശാന്തൻ മാഷ് ഞങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ വയലിൻ പഠിപ്പിക്കാൻ വരും. അങ്ങനെ സ്കൂളിൽ നിന്ന് സെലക്റ്റഡ് ആയത് എൻ്റെ സിസ്റ്ററായിരുന്നു, സിന്ധുവാണ്. അപ്പോൾ സിന്ധു വയലിന് സെലക്റ്റഡായി. അങ്ങനെ സിന്ധു ഡിസ്ട്രിക്റ്റിൽ ഇങ്ങനെ ഇതേപോലെ പോയപ്പം ഞാനും ഉണ്ടായിരുന്നു, അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂട്ടിന് പോയായിരുന്നു ഡിസ്ട്രിക്റ്റിൽ. പക്ഷേ അവിടെ ഇതൊന്നും കിട്ടിയില്ല, പ്രൈസൊന്നും കിട്ടിയില്ല. പ്രൈസിലല്ലല്ലോ കാര്യം. അപ്പോൾ പ്രൈസൊന്നും കിട്ടിയില്ലെങ്കിലും അതൊരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞാൻ ഇന്നും അത് ഓർക്കുന്നു. അവളതിരുന്ന് വായിക്കുന്നതും ഞങ്ങൾ ഇങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുന്നതും ജഡ്ജസൊക്കെ ഇങ്ങനെ ഇരുന്ന് മാർക്കിടുന്നതും പിന്നെ ഈ പഴയടം തിരുമേനിയുടെ സദ്യ കഴിച്ചതും ഒക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലും ഒക്കെ ഓർക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്ട്രിക്റ്റിലായിരുന്നു. പിന്നെ സ്റ്റേറ്റ് അന്ന് നടന്നത് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടവും വരും. കാര്യം പറഞ്ഞാൽ അച്ഛൻ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. എനിക്കതൊരു വലിയൊരു സങ്കടമാണ്, ഒരു നഷ്ടമാണ്. അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു ഇതുപോലെ ഞങ്ങളെ അവിടെ കൊണ്ടുപോകാനും പഠിപ്പിക്കാനും ഇതിനുമൊക്കെ. ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കാൻ ആദ്യം കൊണ്ടുപോയി ചേർത്തു. പിന്നെ അത് നടന്നില്ല. ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛന് ഇതൊക്കെ, ഞങ്ങളെ ഇങ്ങനത്തെയൊക്കെയുള്ള കലകളൊക്കെ പഠിപ്പിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് വയലിൻ പഠിച്ചത്. എന്താണെങ്കിലും ഇപ്പം ഈ കുട്ടികളെയും അവരുടെ പേരൻസിനെയൊക്കെ ഇങ്ങനെ ഇന്നലെ ഞാൻ കണ്ടപ്പം ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൂടെ അതിങ്ങനെ ഓർത്തു. ഞാനിങ്ങനെ അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും ഒക്കെ ഇങ്ങനെ ഇതേപോലെ കാണാൻ പോകുന്നതും സ്കൂളിൽ ഇതേപോലെ നാടകം കാണാൻ പോകുന്നതും ഒക്കെ ഞാനിങ്ങനെ ഓർത്തു. എൻ്റെ മനസ്സിലൂടെ അതൊക്കെ കടന്നുപോയി. അപ്പം നിങ്ങൾക്കും കാണില്ലേ ഇതേപോലത്തെ ഓർമ്മകളൊക്കെ? അപ്പം അതുകൂടാതെ തന്നെ നമ്മളിത് നേരിട്ട് കാണുമ്പോഴേ, ഇന്നലെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും പണ്ട് ഇതുപോലെ മൊബൈലും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഫോട്ടോ പോലും എടുത്തു വെക്കാൻ പറ്റില്ല. ഈ ക്യാമറമാനെയൊക്കെ കൊണ്ടുപോകണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉള്ളത് കൊണ്ട് അവരൊക്കെ നിന്ന് അച്ഛനും അമ്മയും അപ്പുറത്തും നിന്ന് കുട്ടികൾ, ഈ പങ്കെടുക്കുന്ന കുട്ടികൾ
അവർ നിന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ആ സ്റ്റേജ് അവരുടെ പെർഫോമൻസ് പേരൻസിന് എടുക്കാൻ പറ്റുന്നു. അതൊക്കെ നല്ല രസമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഒരുങ്ങി എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള, എത്ര ഭംഗിയായിട്ടാണെന്നറിയോ കളിക്കുന്നത്. ഞാൻ 2 സ്റ്റേജിൽ കണ്ടതും അടിപൊളിയായിട്ട് കളിക്കുന്നു. മോഹിനിയാട്ടം, അതുപോലെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് കഥകളി. ആ കഥകളി കോട്ടൺ ഹിൽ സ്കൂളിലായിരുന്നേ. അപ്പം കഥകളി കളിക്കുന്നതൊക്കെ നല്ല രസമാണ്. ഒരു ഗ്രൂപ്പ് കഥകളി പോലെയാണ്. അത് ഞാൻ അതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ ഇടാമേ. അതേപോലെ പഴയിടം തിരുമേനിനെ, അത് ഞാൻ ഇതേപോലെ മനുഷ്യനോട് പറഞ്ഞു, പഴയിടം തിരുമേനിയുടെ പാചകം ആ ഭാഗത്തും കൂടെ ഒന്ന് നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ടുപോയി പുത്തരിക്കണ്ടം മൈതാനത്ത്. അപ്പോൾ അവിടെ ഇങ്ങനെ വൈകുന്നേരം സദ്യയാണ്, ഇലയിട്ട് സദ്യക്കുള്ള ഐറ്റങ്ങളൊക്കെ വിളമ്പുന്നത് കണ്ടു. അതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ, അത്രയൊന്നും എടുക്കാൻ പറ്റും. ഭയങ്കര ബഹളമാണ്, ഭയങ്കര ക്രൗഡാണ് എല്ലായിടത്തും, അതുകൊണ്ട് അത്ര എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഞാൻ വിചാരിച്ചു എനിക്ക് പറഞ്ഞുകൊണ്ട് എടുക്കാമെന്ന്, പക്ഷെ അതിനൊന്നും പറ്റിയില്ല, അത്രയും തിരക്കായിപ്പോയി. അപ്പോൾ എന്താണെങ്കിലും ഞാൻ എൻ്റെ ഓർമ്മ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതും കൂടെ ഒന്ന് കാണിക്കാം, ഞാൻ എടുത്തത് കുറച്ച് കാണിക്കാം. അപ്പം വരാൻ പറ്റുന്നവരൊക്കെ വരിക, തിരുവനന്തപുരത്ത് വരിക, വന്ന് ഈ പ്രോഗ്രാംസ് ഒക്കെ കാണുക. ഇനി കൂടി വന്ന 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, അപ്പോൾ എല്ലാവരും വരണം കേട്ടോ. വന്ന് തിരുവനന്തപുരത്ത് വന്ന് ഈ പ്രോഗ്രാംസ് ഒക്കെ കാണുക. യുവജനോത്സവം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല രസമാണ്. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്കൊക്കെ നമുക്കൊന്ന് പോകാനും കുട്ടികളുടെ ഈ കഴിവുകളൊക്കെ നമുക്കൊന്ന് കാണാനും ഒക്കെ ഉള്ളൊരു ചാൻസാണ്, മിസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും വരിക കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഞാൻ ഇതിൻ്റെ ഒപ്പം ആ ക്ലിപ്പിങ്സ് ഇട്ടേക്കാമേ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ടാറ്റ. അടുത്ത വീഡിയോയിൽ നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടേ. Oh
സഖിമാരേ നമോ സകല ഭൂതന കഥകൾ ചില പറയും സകല ഭൂതന കഥകളിതോ സമയോ കഴിപ്പതിനോ സതുഭാഗ്യമിതോ സമയം കഴിപ്പതിനോ സതുഭാഗ്യമിതോ സമയോ കഴിപ്പതിനോ സതുവായ ഇതോ നല്ലു സമയം കഴിപ്പതിനോ സഖിമാരേ നമോ പൂങ്കവേ യൗദോ പുതുമത് ഭജനേ പുതുമത് ഭജനേ പൂങ്കാവിലോ പുതുമധു
വദനേ പൂങ്കാവിലങ്ങു പുതുമധു വദനേ വലിയ നിർബന്ധം തവ ഭവനേ നിർബന്ധം തവ വാഴും ഭവനേ വലിയ നിർബന്ധം തവ ഭവനേ പൂർണ്ണേ വദനേ തന്നെയോ വന്നു വദനേ വദനേ